ഹായ്, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇപ്പോൾ ഇന്ന് നമുക്ക് SCERT 2025 എഡിഷനിലെ ഏറ്റവും പുതിയ SCERTയിൽ വേൾഡ് ഹിസ്റ്ററി ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 2025 എഡിഷനിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ ചാപ്റ്റർ 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ആണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്ക് പുതിയ SCERT സീരീസിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ ക്ലാസ്സിലെയും SCERT ചാപ്റ്റേഴ്സ് ഇതുപോലെ നമുക്ക് ക്ലാസ് എടുത്തു പോകാം. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ SCERT ബേസ്ഡ് ക്ലാസ്സാണ്. 1789 ജൂൺ 20 ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു കാര്യം സംഭവിച്ചതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയും. ഇത് നടക്കുന്നത് 1789 ജൂൺ 20 ജൂൺ 20 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ജൂൺ 20 ഓക്കെ. ആ ടെന്നീസ് ബോൾ ഓർക്കുക, അതിനൊരു ആ വട്ടം പോലെ 20 ആ 0 കൂടെ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രവും യൂറോപ്പിൻ്റെ പ്രധാന നഗരങ്ങളിൽ ഒന്നുമായിരുന്നു പാരീസ്. ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറലിൻ്റെ 3ാമത്തെ വിഭാഗം, ഓക്കെ, എസ്റ്റേറ്റ് ജനറലിന് 3 വിഭാഗമുണ്ട്. 1ഉം 2ഉം 3ാമത്തെ വിഭാഗം കോമൺസ് എന്നറിയപ്പെടും. ഓക്കെ, ആ 3ാമത്തെ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്നവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നത് വരെ പിരിഞ്ഞു പോകില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. 1789 ജൂൺ 20 ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറലിന് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ പോയി അവർ ഇനി ഫ്രാൻസിനൊരു ഭരണഘടന തയ്യാറാക്കാതെ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിജ്ഞയെടുത്തു. അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രാൻസിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരെയായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. ഓക്കെ, സ്വേച്ഛാധിപത്യ രാജവാഴ്ചയ്ക്കെതിരെ ജനമുന്നേറ്റം ഉയർന്നു വന്നു. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന് ആയിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇത് പഠിക്കണം, എക്സാമിന് വന്നിട്ടുണ്ട്. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു. ഡിവൈൻ റൈറ്റ് തിയറി എന്നാണ്. ഓക്കെ, ഡിവൈൻ റൈറ്റ് തിയറി എന്നാണ് ഇതറിയപ്പെടുന്നത്. രാജാധികാരം ദൈവദത്തമാണ്, ദൈവദത്താധികാര സിദ്ധാന്തം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. അത് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ബൂർബൺ രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിലൊരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, പാർലമെൻറ്റിൻ്റെ പേരെന്താ? ഫ്രാൻസിലെ പാർലമെൻറ്റിൻ്റെ പേരാണ് എസ്റ്റേറ്റ് ജനറൽ. ഓക്കെ, അങ്ങനെ ഒരു പേരിലൊരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും ദീർഘകാലമായിട്ട് അത് വിളിച്ചു ചേർത്തിട്ടില്ലായിരുന്നു. ഓക്കെ, 1614 അവസാനമായി പാർലമെൻറ്റ് യോഗം ചേർന്നത്. ഓക്കെ, 1614 അവസാനമായി പാർലമെൻറ്റ് യോഗം ചേർന്നത്. പിന്നീട് ബൂർബൺ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന ലൂയി 14 പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനാണ് രാഷ്ട്രം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞവരാണ് ലൂയി 14. ഓക്കെ, ഇനി ദൈവദത്ത അധികാര സിദ്ധാന്തം കണ്ടല്ലോ. രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. അതാണ് നമുക്ക് ദൈവദത്ത അധികാര സിദ്ധാന്തത്തിനെ കുറിച്ച് പറയാനുള്ളത്, ഡിവൈൻ റൈറ്റ് തിയറി. ഓക്കെ, അപ്പോൾ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് 1614 അവസാനമായി എസ്റ്റേറ്റ് ജനറൽ എന്ന പാർലമെൻറ്റ് കൂടിയത്, യോഗം ചേർന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി
പതിനാലാമനാണ്. ഓക്കെ, ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി 14 ഈ 1789 ജൂൺ 20, അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ആരാണ്? ലൂയി 16 ഓക്കെ, ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞതൊക്കെ ലൂയി 14 ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കറക്റ്റ് സമയത്ത് ആരാണുള്ളതെന്ന് ചോദിച്ചാൽ ലൂയി 16 ഓക്കെ. അടുത്തത് ലൂയി 14 ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞു. ആ ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്ത് അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി. അപ്പോൾ ലൂയി 15 ആ കാലത്ത് നടന്നത് അഴിമതിയും ധൂർത്തും തുടർച്ചയായ യുദ്ധങ്ങളും ആ സമയത്ത് രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി. തൻ്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ പണം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പുതിയ നികുതി അടിച്ചേൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ ലൂയി 16 വന്നു. അടുത്തത് പിന്നീട് അധികാരത്തിലെത്തിയത് ലൂയി 16. ആ കാലഘട്ടമാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ലൂയി 16 അധികാരത്തിലെത്തി. എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഓക്കെ, ലൂയി 16 ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഓക്കെ, വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണ് എന്ന വിശ്വാസമായിരുന്നു ലൂയി 16 ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രാജ്ഞിയായിരുന്ന മേരി ആൻറ്റോയിനറ്റ്. ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്നു. 16 ഇടപെട്ടിരുന്നില്ല. ഭാര്യ മേരി ആൻറ്റോയിനറ്റ് ആണെങ്കിലോ തുടർച്ചയായി ഇടപെട്ടിരുന്നു. രാജ്ഞിയുടെ ധാരാളിത്തവും ധൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കി. ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഇനി ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി എന്താണ്? പ്രഭുക്കൾ യുദ്ധം ചെയ്യും, പുരോഹിതർ പ്രാർത്ഥിക്കും, സാധാരണക്കാർ നികുതി കൊടുക്കും. ഓക്കെ, പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത്. എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായി വിഭജിച്ചു. അതിനെയാണ് നമ്മൾ എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. 1-ാം എസ്റ്റേറ്റ് പുരോഹിതർ, അവരെന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നു. 2-ാം എസ്റ്റേറ്റ് പ്രഭുക്കൾ, അവരെന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു. കാരണം അവർ സൈനികമായ കാര്യങ്ങൾ മാത്രമേ അവർ പങ്കെടുത്തിരുന്നുള്ളൂ. 3-ാം എസ്റ്റേറ്റിലെ സാധാരണക്കാർ. അപ്പോൾ 1-ാം എസ്റ്റേറ്റിനെ കുറിച്ച് നോക്കാം. വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. ഭൂസ്വത്തിൻ്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. അപ്പോൾ പ്രബലവും സമ്പന്നവുമായിരുന്നു കത്തോലിക്ക സഭ. ഭൂസ്വത്തിൻ്റെ വലിയ ഭാഗവും ഉടമസ്ഥത ആർക്കായിരുന്നു? പുരോഹിതർക്ക് തന്നെയായിരുന്നു, കത്തോലിക്ക സഭയ്ക്കായിരുന്നു. പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 1-ാം എസ്റ്റേറ്റിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ, അവരെല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷെ അവരാണ് ഭൂസ്വത്തുക്കളുടെയൊക്കെ ഉടമയും സമ്പന്നരും എല്ലാം അവരാണ്. പക്ഷെ അവർക്ക് ഒരു നികുതികളും കൊടുക്കേണ്ടിയിരുന്നില്ല. മാത്രമല്ല അവർ സാധാരണ കർഷകരിൽ നിന്ന് ടൈത്ത്, നമ്മൾ തിഥേ എന്ന് പറഞ്ഞ് പഴയ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ടൈത്ത് എന്നാണ് തന്നിരിക്കുന്നത്. ടൈത്ത് എന്നായിരിക്കും ചിലപ്പോൾ ഇനിയുള്ള എക്സാംസിന് വരിക. അപ്പോൾ ടൈത്ത് എന്ന നികുതി പിരിച്ചിരുന്നു. സാധാരണ കർഷകരിൽ നിന്ന് ടൈത്ത് എന്ന നികുതി പിരിച്ചിരുന്നു. എന്താണ് ഈ ടൈത്ത്? വിളവിൻ്റെ 10-1 നികുതിയായി നൽകേണ്ടിയിരുന്നു. ഓക്കെ, വിളവിൻ്റെ 10-1 നികുതിയായിട്ട് നൽകണം. 1/10 നമ്മൾ എന്താണോ അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അത് ടാക്സായി കൊടുത്തിരിക്കണം എന്നാണ് ടൈത്ത് എന്ന് പറയുന്ന ടാക്സ്. ഓക്കെ, അടുത്തത് ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം ഉണ്ടാകാൻ ഇടയായ ഒരു കാരണമാണ് ഈ ടൈത്ത്. അടുത്തത് പ്രഭുക്കൾ, 2-ാം എസ്റ്റേറ്റിൽപ്പെട്ടവർ, അവരെക്കുറിച്ച് നോക്കാം. ഭരണരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കളായിരുന്നു. ഓക്കെ, ഭരണരംഗത്തും സൈനിക പദവികളിലുമെല്ലാം ഉയർന്ന സ്ഥാനങ്ങൾ അവർക്കായിരുന്നു. ഇവിടെ ഭൂവുടമകൾ കൂടിയായിരുന്നു ഇവർ. ഓക്കെ, ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രഭുക്കൾ ജനങ്ങളിൽ നിന്ന് വിവിധ തരം നികുതികൾ പിടിച്ചെടുത്തിരുന്നു. 1749 ഒരു നിയമം അനുസരിച്ച് അപ്പം ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വരുമാനത്തിൻ്റെ 21%, ഓക്കെ, 21% സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. എല്ലാ വിഭാഗവും, അതായത് 1-ാം എസ്റ്റേറ്റും 2-ാം എസ്റ്റേറ്റും 3-ാം എസ്റ്റേറ്റും 1749 ഓക്കെ, പണ്ടത്തെ കാര്യം പറയണം. 89 നമ്മൾ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത്. ഇത് 49 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗങ്ങളും ജനങ്ങളും വരുമാനത്തിൻ്റെ 20% ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു. ഇതിനെ നമ്മൾ പിടിച്ചിരുന്ന പേരാണ് വോങ് തിയം.
വോങ് തിയം. ഓക്കെ, ആദ്യത്തെ രണ്ട് വിഭാഗങ്ങളും പ്രഭുക്കളും രാജാവിനൊരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്നും ഒഴിവായി. ഓക്കെ, 20-1 കൊടുക്കണ്ട, ചെറിയൊരു നികുതിയും കൊടുത്തവർ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിവായി, ഒന്നാമത്തെ രണ്ടാമത്തെ എസ്റ്റേറ്റുകാർ. പക്ഷേ കോമൺസ് ഈ 20-1% കൊടുത്തേ പറ്റുള്ളായിരുന്നു. അപ്പോൾ തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതരും പ്രഭുക്കളും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ഓക്കെ, അവർ രാജവാഴ്ചയും എതിർത്തുകൊണ്ടാണ് 1-2 എസ്റ്റേറ്റുകൾ നടന്നിരുന്നത്. ഓക്കെ, ഇനി പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്ത വിവിധ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. 5 തരം നികുതികളായിരുന്നു ഉണ്ടായിരുന്നത്. ടൈഥും വോങ്തിയവും അല്ലാതെയുള്ള നികുതികളാണ് ഇവിടെ പറയുന്നത്. പ്രഭുക്കൾ ഏർപ്പെടുത്തിയിരുന്ന നികുതികളാണ്. ടൈഥ് പുരോഹിതന്മാരായിരുന്നു കർഷകരിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നത് 1/10, വിളവിൻ്റെ 1/10 നികുതി. വോങ്തിയമോ 20-1 ഗവൺമെൻറ് നേരിട്ട് പിരിച്ചെടുത്തിരുന്നതാണ്. ഇനി പ്രഭുക്കൾ പിരിച്ചെടുത്തിരുന്നതാണ് നമ്മൾ നോക്കുന്നത്. 5 തരം നികുതികളാണ് ഉണ്ടായിരുന്നത്. കോവി എന്നോ പറയാം. അത് വർഷത്തിൽ 3-4 ദിവസം ഈ സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിക്കാനുള്ള അവകാശമാണ് കോവി. ഓക്കെ, അത് പ്രതിഫലം നൽകാതെയുള്ള ജോലിയാണ് കോവി. ഓക്കെ, ഇനി ബെനാലിറ്റി. നമ്മൾ പെനാൽറ്റി എന്നൊക്കെ കേട്ട പോലെയുള്ള പേരാണ് ബെനാലിറ്റി. അതെന്താണ്? വീഞ്ഞ് നിർമ്മാണത്തിൻ്റെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതി. മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കുന്നതിൻ്റെ വാടകയും. അപ്പോൾ എന്താണ് അത്? വൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ബെനാലിറ്റി എന്ന് ഓർത്താൽ മതി. അപ്പോൾ ബനാനയും നമ്മൾ ഗ്രേപ്സ് മുന്തിരിയും ഓർത്താൽ മതി. ഇപ്പോൾ ഒരു വൈനുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ ബനാന ഓർക്കുക, വൈനുമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിനുള്ള നികുതിയും വാടകയും ഉൾപ്പെടുത്താണ് ബെനാലിറ്റി. അടുത്തത് ബെൻവിൻ എന്താണ്? തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ്. അതും ഒരു വീഞ്ഞിനുള്ള കുത്തക നികുതി തന്നെയാണ്. അപ്പോൾ പ്രദേശത്തിനനുസരിച്ചുള്ള കുത്തക നികുതിയാണ് ബെൻവിൻ. ഓക്കെ, ബെൻവിൻ അതും വീഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബനാന എന്ന് ഓർത്താൽ മതി, ഇവിടെ വീഞ്ഞ് തന്നെയാണ്. പക്ഷേ അവിടെ ബെനാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, നമുക്ക് അതിൽ നികുതിയും വാടകയും ഉൾപ്പെട്ടിരുന്നു. ബെൻവിൻ എന്ന് പറഞ്ഞാൽ പ്രദേശത്തിൻ്റെ തങ്ങളുടെ പ്രദേശത്താണ് അത് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അതിനൊരു കുത്തകാവകാശമാണ് അവർ ചോദിക്കുന്നത്, കുത്തക നികുതിയാണ് അവർ ചോദിക്കുന്നത്. ബെൻവിൻ. ഓക്കെ, അടുത്തത് പിയേഷ് എന്ന് പറയുന്നത്. പിയേഷ് എന്ന് പറയുന്നത് എന്താണ്? പാലം, റോഡ് എന്നിവയുടെ മേലുള്ള ചുങ്കമാണ്. പിയേഷ് പാലമായിട്ട് ഓർത്താൽ മതി, പാപ്പായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ടെറാഷ് എന്ന് പറയുന്നത് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന പ്രത്യേകതരം കരമായിരുന്നു. ടെറാഷ് എന്നാണ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന പ്രത്യേകതരം. അപ്പോൾ വിളവെടുപ്പിന് ടെറാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 5 നികുതികൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കും. കോർവി എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകാതെ 2-3-4 ദിവസം ജോലി ചെയ്യിപ്പിക്കുക. ബെനാലിറ്റി എന്താണ്? അധിക നികുതിയും വാടകയും. ബെൻവിൻ എന്താണ്? തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വീഞ്ഞിന് മേൽ ഒരു പ്രഭുക്കൾക്ക് കുത്തക നികുതി കൊടുക്കണം. ബെൻവിൻ. ഓക്കെ, അടുത്തത് പിയാഷ് എന്ന് പറഞ്ഞാൽ ചുങ്കം, പാലങ്ങൾക്കും റോഡുകൾക്കും മേലുള്ള ചുങ്കം. ടെറാഷ് എന്താണ്? വിളവെടുപ്പ് കാലത്ത് പിരിക്കുന്ന പ്രത്യേക കരം, ടെറാഷ്. ഓക്കെ, ഓർത്താൽ മതി. ഓരോ ടെറൈൻ എന്ന് പറയില്ല, ഓരോ തരം ഭൂമിക്ക് നമ്മൾ ഓരോ ടെറൈൻ എന്ന് പറയില്ലേ, അവിടെ വിളവെടുപ്പ് കാലം നടക്കുമല്ലോ, അത് ഓർത്താൽ മതി. ടെറാഷ് അങ്ങനെ ഓർക്കുക. പിയാഷ് വെച്ച് ഓർക്കുക. പാലത്തിന് മേലുള്ള ചുങ്കമാണ്. ഓക്കെ, കോവി നമ്മളെങ്ങനെ ഓർക്കും? പ്രതിഫലം നൽകാതെയുള്ള ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണത് കോവി എന്ന് പറയുന്നത്. അങ്ങനെ കോർവി വേണമെങ്കിൽ നമുക്ക് ക്രോ എന്നോർത്ത് കഴിഞ്ഞാൽ, ക്രോയൊക്കെ ഒരു പ്രതിഫലവും ഇല്ലാതെ തന്നെ എല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്യില്ല, അതുപോലെ പ്രതിഫലം നല്ലാതെ ഒരു ജോലി ചെയ്യിപ്പിക്കുന്നതാണ് കോവി എന്നോർത്താൽ മതി. അടുത്തത് സാധാരണക്കാർ, 3-ാം എസ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരെ കുറിച്ച് പറഞ്ഞു, പുരോഹിതന്മാരെ കുറിച്ചും പറഞ്ഞു. ഇനി സാധാരണക്കാരായ 3-ാം എസ്റ്റേറ്റ് എന്താണ്? മധ്യവർഗം എന്ന് പറയുന്നത് തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ 3-ാമത്തെ എസ്റ്റേറ്റ്. ഓക്കെ, ഇവർ കോമൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോമൺസ് അല്ലെങ്കിൽ എന്താണ്? സാധാരണക്കാർ. അതാണ് ഈ കോമൺസിൻ്റെ അർത്ഥം പറയുകയാണ്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്ന 3-ാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു. ഓക്കെ, തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഒരംശം മാത്രമേ കർഷകന് ലഭിക്കൂ, ബാക്കിയെല്ലാം നികുതിയായിട്ട് പോകും. അപ്പോൾ ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതി നൽകാൻ ബാധ്യസ്ഥരായിരുന്നല്ലോ. അതിനോടൊപ്പം പ്രതിഫലമില്ലാത്ത അനേകം നിർബന്ധിത സേവനങ്ങളും ഉണ്ടായിരുന്നു ഇവർക്ക്. ഓക്കെ, പ്രതിഫലമില്ലാതെ ഇവർ കുറേ സേവനങ്ങൾ ചെയ്യണം.
അവർ ചെയ്ത കാര്യത്തിനും അവർക്ക് കിട്ടേണ്ട കൂലി കിട്ടില്ല, അവരത് നികുതിയായിട്ട് തന്നെ കൊടുത്ത് തീർന്നു പോകും, ഒരംശമേ അവർക്ക് കിട്ടൂ. അതുമാത്രമല്ലാതെ ഇവരെ കൊണ്ട് പ്രതിഫലമില്ലാത്ത അനേകം ജോലികളും ചെയ്യിക്കുക. എന്തൊക്കെയാണ്? ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക, അതും പ്രതിഫലമില്ല. പൊതുനിരത്ത്, ജലമാർഗം, പാലം, അവിടെയൊക്കെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുക. മരാമത്ത് പണികൾക്കും സൗജന്യ സേവനം നൽകണം, സൈനിക സേവനവും സൗജന്യമായി ചെയ്യണം. ആരാണ്? കോമൺസ്, തേർഡ് എസ്റ്റേറ്റിലുള്ളവർ. ഓക്കെ, ഇതൊക്കെയാണ് അവരെ കൊണ്ട് നിർബന്ധിതമായി ചെയ്യിപ്പിച്ചിരുന്ന സേവനങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ കുറേ ടാക്സുകൾ പഠിച്ചതിൽ നമുക്ക് ഒരു ടാക്സ് കൂടെ പ്രഭുക്കന്മാർ ഏർപ്പെടുത്തിയെന്നല്ല, ഇത് സർക്കാർ തന്നെ ഏർപ്പെടുത്തിയിരുന്ന ഒരു ടാക്സാണ് ഗ്യാബൽ. ഗ്യാബൽ എന്ന് പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഇത്. ഇപ്പോൾ നമ്മൾ GST എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേൽ GST ഇല്ലേ, ഒരുപാട് ചില കാര്യങ്ങൾക്ക് മാത്രമേ GST ഇല്ലാതെയുള്ളൂ. അപ്പോൾ അതുപോലെ ഗ്യാബൽ എന്ന് പറയുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തിയിരുന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമാക്കി മാറ്റി. ഓക്കെ, ആ നികുതി ഉപ്പിന് മാത്രമാക്കി മാറ്റി. അപ്പോൾ തികച്ചും ജനവിരുദ്ധമായ ഒരു നികുതിയായിരുന്നു ഗ്യാബൽ. അടുത്തത് നമ്മൾ ഈ കോമൺസ് എന്ന് പറഞ്ഞ തേർഡ് എസ്റ്റേറ്റിൽ, അതുപോലെ തന്നെ മധ്യവർഗത്തിൻ്റെ ഉദയം എന്താണെന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. എന്താണ്? കാർഷിക വ്യാവസായിക രംഗത്ത് ആ കാലത്ത് ഉണ്ടായ പുരോഗതി മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായി. കാരണം പുതിയ നഗരങ്ങളെല്ലാം ഉയർന്നു വന്നു. നഗരങ്ങളിൽ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിച്ചു. അപ്പോൾ അതൊക്കെ ആരായിരിക്കും? ഈ സാധാരണ കോമൺസിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്നത് മധ്യവർഗത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്. ഓക്കെ, നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടവും. ആഭ്യന്തര വാണിജ്യം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനുള്ളിൽ തന്നെയുള്ള വാണിജ്യം. പിന്നെ ഫ്രാൻസിൻ്റെ കോളനികളുണ്ടല്ലോ, കോളനികളുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കി. അവർ പ്രഭുക്കന്മാരല്ല, ഈ കോമൺസിൽ നിന്നുള്ള വ്യവസായികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഇവരും മധ്യവർഗത്തിൻ്റെ ഭാഗമാണ്, ഈ സമ്പന്നരും. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ആരൊക്കെയുണ്ട്? ഡോക്ടർമാരുണ്ട്, നിയമജ്ഞരുണ്ട്, ബാങ്കർമാരുണ്ട്. ഓക്കെ, ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. ഓക്കെ, ഇവരിത്രയും സമ്പന്നരായിരുന്നു, പ്രഭുക്കന്മാരോളം സമ്പന്നരാണെങ്കിൽ പോലും ഇവർ മധ്യവർഗക്കാർ സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. ഇവർക്ക് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചില്ല. ഓക്കെ, മധ്യവർഗവും കോമൺസിനെ പോലെ തന്നെയുള്ള ആൾക്കാരാണ്, അതിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അവർ പുരോഗതി പ്രാപിച്ചിട്ടും അവർക്ക് ഒരു അധികാരവും പദവിയും കൊടുത്തില്ല. അപ്പോൾ ഈ മധ്യവർഗത്തെക്കുറിച്ച് വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും പറഞ്ഞ അവരുടെ പങ്കിനെപ്പറ്റി, ഫ്രഞ്ച് വിപ്ലവത്തിൽ ഇവരുടെ ഈ മധ്യവർഗത്തിൻ്റെ പങ്കിനെപ്പറ്റി വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റ് എന്ന് പറഞ്ഞ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ മധ്യവർഗം, അതാണ് ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ മധ്യവർഗത്തിൻ്റെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. അപ്പോൾ ഈ ബൂർഷ്വാസികളുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ ആരാണ്? വില്ലും ഏരിയൽ ഡ്യൂറൻറ്റും. ഓക്കെ, ഇനി ഫ്രഞ്ച് സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് സവിശേഷതകൾ പറഞ്ഞു. ഏതാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അത് പിന്നെ രാജാവുണ്ട്. ഇപ്പോൾ രാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ദൈവദത്താവകാശത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവർ സ്വേച്ഛാധിപതികളാണ്. ബൂർബൺ രാജവംശം, വേഴ്സായി കൊട്ടാരം, ഇതൊക്കെയാണ് നമുക്ക് രാജാവിനെ കുറിച്ച് പറയാനുള്ളത്. പുരോഹിതരാണെങ്കിലോ അവർ ടിഥേ എന്ന് പറയുന്ന അവർ ഫസ്റ്റ് എസ്റ്റേറ്റിൽപ്പെട്ടവരാണ്. ടിഥേ എന്ന് പറയുന്ന നികുതി കർഷകരിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു. ഓക്കെ, അവരായിരുന്നു ഭൂരിഭാഗം ഭൂമിയുടെയും ഉടമസ്ഥർ. ഓക്കെ, പിന്നെ സെക്കൻഡ് എസ്റ്റേറ്റിൽപ്പെട്ടവരാണ് പ്രഭുക്കന്മാർ. അവർ സൈന്യത്തിൽ ഉയർന്ന പദവികളും വഹിച്ചിരുന്നവരാണ്. ഓക്കെ, അവരൊരുപാട് കർഷകരിൽ നിന്നൊക്കെ ഒരുപാട് 5 തരം നികുതികൾ പിരിച്ചെടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. കോർവി, അങ്ങനെയുള്ള നികുതികളുടെ കാര്യമൊക്കെ നമ്മൾ, ടെറാഷിൻ്റെ കാര്യം, പിയേഷിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സാധാരണക്കാർ, കോമൺസ്, അതിൽ തന്നെ വളർന്നു വന്നവരാണ് മധ്യവർഗം. സാധാരണക്കാരിൽ നിന്ന് കുറച്ചുകൂടെ പുരോഗതി പ്രാപിച്ചവരാണ് മധ്യവർഗം. അവർ നമ്മൾ ബൂർഷ്വാസി, നഗരവാസി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് 49 തൊട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് വന്നുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പറയണം സാമ്പത്തിക പ്രതിസന്ധി. 1770-കളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. കാരണം ഉൽപ്പാദനമില്ല, അതിൽ കുറവാണ്. ഉൽപ്പാദനം കുറവായതാണ് അതിന് കാരണം. അപ്പോൾ ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവുണ്ടായി. ഉൽപ്പാദനം കുറവാണെങ്കിൽ വില കൂടും.
അപ്പോൾ 1730-നും 1789, അതായത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ 89-നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. ഓക്കെ, പക്ഷെ കൂലിയിൽ വർധനം 22% മാത്രമായിരുന്നു. പിന്നെ തീറ്റപ്പുല്ലിന് ക്ഷാമം വന്നപ്പോൾ കന്നുകാലി സമ്പത്തും കുറവായി. അങ്ങനെ ജനസംഖ്യയുടെ 1/3 ഭാഗത്തെയും ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ജനത്തിലെ 1/3 ഭാഗത്തിനെയും ബാധിച്ചിരുന്നു. ഓക്കെ, 1770-കളിലാണ് കാർഷിക രംഗം കനത്ത പ്രതിസന്ധി നേരിട്ടതെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഏറ്റവും വില വർധനമൊക്കെ ഉണ്ടായത് 1730-89 കാലഘട്ടങ്ങളിലാണ്. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം, ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് ഒരു കച്ചവട കരാർ ഒപ്പിട്ടിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം, അതായത് ഫ്രാൻസിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവരൊരു ചുങ്കം തരേണ്ട കാര്യമുണ്ട്. ആ ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ ചുങ്കം അത് കുറവാക്കിയാണ് അവർ ഒപ്പുവെച്ച കരാർ. ഓക്കെ, ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ച് ഇമ്പോർട്ട് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫ്രാൻസിൽ കൊണ്ടുവന്ന് എല്ലാം ഇറക്കാമല്ലോ. അപ്പോൾ അവർ ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികളും തൊഴിൽരഹിതരാവുകയും ചെയ്തു. അതുകൊണ്ട് ഭരണകൂടത്തിനെതിരായവർ തെരുവിലിറങ്ങി. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ രാജാവിന് വളരെ പരാധീനതകൾ ഉണ്ടായി. അങ്ങനെ അത് മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്ന്, അതായത് ബാങ്കർമാരാരാണ്? ഈ കോമൺസിൽ നിന്നും വളർന്നു വന്ന മധ്യവർഗമാണ് ബാങ്കർമാർ. അപ്പം അവരിൽ നിന്നും വൻതുക ലൂയി 16 വായ്പകളായി സ്വീകരിച്ചു. ഓക്കെ, ലൂയി 16 ആ സമയത്തുള്ളത്. അപ്പോൾ പുള്ളി വായ്പകളായത് സ്വീകരിക്കുകയും സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകുകയും ചെയ്തു. വായ്പ സ്വീകരിക്കുമ്പോൾ ഇത് ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ബോണ്ട് നൽകി. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഓക്കെ, രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്നിവർ ആവശ്യപ്പെട്ടു. കാരണം ഇപ്പം 3ാമത്തെ സ്റ്റേറ്റ് മാത്രമാണ് നികുതി കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് രാജാവിൻ്റെ പൈസ ഇല്ല. പക്ഷേ 1ാമത്തെ സ്റ്റേറ്റും 2ാമത്തെ സ്റ്റേറ്റും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്കും കൂടെ നികുതി ഏൽപ്പിക്കണം. എന്നാലേ രാജ്യത്തെ ജനങ്ങൾക്ക് നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്ന് ഈ ബാങ്കർമാർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾ മറികടക്കണം. അപ്പോൾ ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഭരണകൂടത്തിനെതിരാകാൻ ഇതൊരു പ്രധാന കാരണമാണ്. ഈ പലതരത്തിൽ നികുതി കൊടുക്കുന്നത്. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ചിന്തകരുടെ സ്വാധീനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ സാമ്പത്തിക പ്രതിസന്ധി 1770-കളിലാണെന്ന് ഓർക്കുക. 1/3% ആളുകളും ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. ബ്രിട്ടനുമായി ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം എന്തുപറ്റി? ഇറക്കുമതി തീരുവയിൽ വളരെ കുറവുണ്ടാക്കിയതുകൊണ്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ട് ആദ്യമേ തന്നെ ഉണ്ടായ കർഷകരും ഈ കരകൗശല തൊഴിലാളികളും എല്ലാം രാജവാഴ്ചയ്ക്കുമെതിരെ തിരിഞ്ഞതാണ് പ്രധാന പ്രശ്നം. ഇനി ചിന്തകരുടെ സ്വാധീനം നോക്കുകയാണെങ്കിൽ ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ടുകൊണ്ടിരുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള ചില ചിന്തകരെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് വോൾട്ടയറിനെ കുറിച്ചാണ്. ഓക്കെ, വോൾട്ടയർ ഒരു തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകനുമായിരുന്നു. ഓക്കെ, തത്വചിന്തകനാണ്, ചരിത്രകാരനാണ്, ആക്ഷേപഹാസ്യക്കാരനുമാണ്. ഒരു മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവനിഷേധിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചുകൊണ്ടേയിരുന്നു. പുരോഹിതരെ വിമർശിച്ച ഫ്രഞ്ച് വിപ്ലവത്തിലെ തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ വോൾട്ടയറാണ്. ഓക്കെ, വോൾട്ടയറാണ് പുരോഹിതരെ വിമർശിച്ചിരുന്നത് അല്ലെങ്കിൽ പരിഹസിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ വോൾട്ടയറാണ്. ഓക്കെ, തൻ്റെ നിലപാടുകൾ രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പോൾ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചിന്തകൻ ആരാണെന്ന് ചോദിച്ചാലും ഓർക്കുക, വോൾട്ടയറാണ്. അടുത്തത് റൂസോ. വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി, സോഷ്യൽ കോൺട്രാക്റ്റ്, വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നതാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഓക്കെ, ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഉത്തരവാദിത്വം ലംഘിച്ച രാജാവ് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി എന്ന് അഭിപ്രായപ്പെട്ടു. ഓക്കെ, ആര്? റൂസോ. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് റൂസോയാണ്. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതും റൂസോയാണ്. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു.
അദ്ദേഹം ഒരു പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള ആശയങ്ങളായിരുന്നു റൂസോയ്ക്കുള്ളത്. ഓക്കെ, പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള ആശയങ്ങൾ ആർക്കാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? റൂസോ. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. സോഷ്യൽ കോൺട്രാക്റ്റിൽ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതും റൂസോയാണ്. ഇനി മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എവിടെയും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. ഓക്കെ, അപ്പോൾ റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. നമ്മൾ വോൾട്ടയറിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ, വോൾട്ടയർ ആക്ഷേപഹാസ്യകാരനായിരുന്നു. പുരോഹിതരെ പരിഹസിച്ചു അല്ലെങ്കിൽ വിമർശിച്ചു നിരന്തരം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മൂലം അല്ലെങ്കിൽ രചനകൾ മൂലം ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് വോൾട്ടയർ. റൂസോയെ കുറിച്ച് നമ്മളെന്താ പറഞ്ഞത്? നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കും, സോഷ്യൽ കോൺട്രാക്റ്റ്, പിന്നെ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളായിരുന്നു റൂസോയ്ക്കുള്ളത്. എല്ലായിടത്തും മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവർ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞതും റൂസോയാണ്. ഇനി ഒരു ചിന്തകനാണ് മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാജ്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. അപ്പോൾ സ്വേച്ഛാധിപത്യത്തെയും ക്രൈസ്തവ സഭയെയും വിമർശിച്ച ആളാണ് മോണ്ടസ്ക്യൂ. പുരോഹിതരെന്ന് എടുത്തു പറയുമ്പോൾ വോൾട്ടയറാണ്. ക്രൈസ്തവ സഭയെന്നും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചതാരാണെന്ന് ചോദിച്ചാൽ മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, പക്ഷേ അദ്ദേഹം നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ചു. ഓക്കെ, മൊത്തത്തിൽ രാജവാഴ്ച വേണ്ട എന്നൊന്നും അല്ല പറയുന്നത്. നിയന്ത്രിത രാജവാഴ്ചയാണെങ്കിൽ അത് അനുകൂലിച്ചുകൊണ്ടാണ് മോണ്ടസ്ക്യൂ. ഓക്കെ, അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ് അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്ന് 3ആയി തിരിക്കാമെന്ന് പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ്. വെച്ച് കണക്ട് ചെയ്യാം. മോണ്ടസ്ക്യൂ 3ആയി തിരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയായ ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമത്തിൻ്റെ ആത്മാവെന്നാണ് ഇപ്പോൾ പുതിയ ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത്. നിയമത്തിൻ്റെ അന്തസത്ത എന്ന് വന്നാലും അത് തന്നെയാണ്. നിയമത്തിൻ്റെ ആത്മാവെന്ന് ചോദിച്ചാലും മോണ്ടസ്ക്യൂവിൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥം, അതിൽ ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയും പരിണാമവും വിശകലനം ചെയ്യുന്നു. ഓക്കെ, ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിനെ കുറിച്ചും കൂടെ നമുക്ക് നോക്കണ്ടേ. അദ്ദേഹവും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ, ജോൺ ലോക്ക് തന്നിട്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയണം. ഓക്കെ, ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയായിരുന്നു 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. ഓക്കെ, 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്, അത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് തത്വചിന്തകനായിരുന്നു ജോൺ ലോക്ക്. അദ്ദേഹം ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാത കൃതിയായ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്, അതിൽ രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരുന്നില്ലേ, അതും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ഓക്കെ, അത് തെറ്റാണെന്ന് പറഞ്ഞതാണ് 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്റിൽ പറഞ്ഞത്. ആര്? ജോൺ ലോക്ക്. ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചതാരാണ്? ജോൺ ലോക്കിൻ്റെ കൃതിയിലൂടെയാണ്. ഓക്കെ, ഇനി മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു ഈ തത്വചിന്തകന്മാരല്ലാതെ. അതാരാണ്? ഫിസിയോക്രാറ്റ്സ്. അവരെന്താണ്? അവർ സാമ്പത്തിക വിദഗ്ധരാണ്. ഫിസിയോക്രാറ്റ്സ് ആരാണ്? സാമ്പത്തിക വിദഗ്ധരാണ്. അവരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. കാരണം അവിടെ വളരെ സാമ്പത്തിക പ്രതിസന്ധികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ഇവരിൽ ഈ സാമ്പത്തിക വിദഗ്ധരിൽ പ്രമുഖനായിരുന്ന ഒരു വ്യക്തിയാണ് ടർഗോ, നെക്കർ തുടങ്ങിയവർ. ഓക്കെ, ടർഗോയും നെക്കറും. ലൂയി പതിനാറാമൻ്റെ തൻ്റെ നല്ല മന്ത്രിമാർ നന്നായിട്ട് ഭരിച്ചോളും എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ. ഓക്കെ, അദ്ദേഹം ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. ആരാണ്? ടർഗോയിൽ നെക്കറും ഈ ഫിസിയോക്രാറ്റാണ്. ടർഗോയും നെക്കറും ഇതിൽ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചവരുമാണ്. അതിൽ ടർഗോ എന്ന് പറയുന്നത് ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം അനവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. കൃഷിക്ക് പ്രോത്സാഹനവും നൽകി. എന്നാൽ മേരി ആൻറ്റോയിനറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. അപ്പോൾ ടർഗോയെ പുറത്താക്കാൻ കാരണം എന്താണ്? മേരി ആൻറ്റോയിനറ്റിൻ്റെ ചെലവ് ചുരുക്കൽ ഇല്ലാത്തത് ടർഗോ മേരി ആൻറ്റോയിനറ്റുമായി ശത്രുതയിലാകുന്നതിന് കാരണമാകുകയും മേരി ആൻറ്റോയിനറ്റ് പറഞ്ഞിട്ട് 16 ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. എന്നിട്ട് പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആളാണ് നെക്കർ. അദ്ദേഹവും ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം അദ്ദേഹം പുറത്താക്കപ്പെട്ടു. പുള്ളിയും നന്നായിട്ട് തന്നെ മധ്യവർഗത്തിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിയും നന്നായിട്ട് തന്നെ പ്രയത്നിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. പക്ഷേ
തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കളുണ്ടല്ലോ, ഈ ലൂയി 16 അടുത്ത ഉപദേഷ്ടാക്കൾക്ക് ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ലാത്തതുകൊണ്ട് വീണ്ടും നെക്കറെ തിരികെ വിളിച്ചു. ഓക്കെ, ദേശീയ സഭയുടെ ഒന്നും കാര്യമില്ല, നെക്കറിന് വീണ്ടും തിരികെ വിളിച്ചു. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നത് നെക്കർ പറഞ്ഞിട്ടാണ്. നെക്കറിൻ്റെ ഉപദേശപ്രകാരമാണ് എസ്റ്റേറ്റ് ജനറൽ 1789 175 വർഷങ്ങൾക്ക് ശേഷം ലൂയി 16 വിളിച്ചു ചേർക്കുന്നത്. കാരണം 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടി ആണ് നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ വീണ്ടും വിളിച്ചു ചേർത്തത്. ഓക്കെ, ഇത് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായി. കാരണം ഇത് ഓൾറെഡി ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ എസ്റ്റേറ്റ് ജനറലും 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, ആ 3 എസ്റ്റേറ്റുകൾക്കും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നതും. അപ്പം നെക്കർ പറഞ്ഞിട്ടാണ് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചത്. ഈ 1770 കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. അത് കാരണമാണ് പുതിയ നികുതികളൊക്കെ ചുമത്താൻ വേണ്ടി 1789 ആയപ്പോൾ വീണ്ടും പാർലമെൻറ്റ് വിളിച്ചു വരുത്തിയത്. 175 വർഷങ്ങൾക്ക് ശേഷമാണ് 1614 പണ്ട് വിളിച്ചു ചേർത്തത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതും കഴിഞ്ഞ് 1789 വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ജനതയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ പുരോഹിതരുണ്ടായിരുന്നത്. അതിൽ തന്നെ അവർ പ്രതിനിധി സഭയിൽ എത്ര പേരുണ്ടായിരുന്നു? 285 പേര്. ഓക്കെ, എന്നാൽ പ്രഭുക്കന്മാർ 1,40,000 മാത്രം പ്രഭുക്കന്മാരുണ്ട്. പക്ഷെ അതിൽ ഈ സഭയിൽ അംഗങ്ങൾ എത്ര പേരാണ്? 308. അപ്പോൾ 285 പുരോഹിതർ, 308 പ്രഭുക്കന്മാർ. എന്നാൽ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ 621 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരല്ല, അവർ പരമ്പരാഗതമായി വരുന്നവർ. 3ആം എസ്റ്റേറ്റാണ് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത്. അപ്പോൾ 1ാമത്തെ എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് 285, 2ാമത്തെ എസ്റ്റേറ്റിലോ 308 പേര്, 3ാമത്തെ എസ്റ്റേറ്റിൽ 621 പേരുണ്ടായിരുന്നു. ഓക്കെ, ഒരു സഭയ്ക്ക് ഒരു വോട്ടെന്ന രീതിയായിരുന്നു അന്ന് വരെ നിലനിന്നിരുന്നത്. ഓക്കെ, 621 അംഗങ്ങളുള്ള ഈ 3ആം എസ്റ്റേറ്റിൽ ഒരു വോട്ടേ ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? കാരണം മറ്റവർക്ക് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമല്ല, നികുതികൾ ചുമത്തുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും. അപ്പോൾ 2 വോട്ട് അവർക്കായി, ഇവരെപ്പോഴും ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നുള്ള രീതി ആദ്യത്തെ 2 സഭകളും പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നിരുന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാമെന്നതായിരുന്നു ഇതിൻ്റെ കാരണം. ഒരു സഭയ്ക്കൊരു വോട്ട് എന്നുള്ളതിന് അവർ പിന്തുണയ്ക്കാൻ കാരണം അതാണ്. അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം ഒന്നിച്ചു നിന്നാൽ. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരാണ് 3ആം എസ്റ്റേറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. അദ്ദേഹം നികുതി ചുമത്താൻ വേണ്ടി മാത്രം നെക്കർ പറഞ്ഞതുകൊണ്ട് വിളിച്ചു ചേർത്തതാണിത്. ഇവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടുമില്ല. പാർലമെൻ്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. കാരണം 1614 പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത്. പിന്നെ 1789 വിളിച്ചു ചേർക്കുമ്പോൾ പാർലമെൻറ്റ് സമ്പ്രദായം എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ നമ്പേഴ്സ് പഠിച്ചു വയ്ക്കുക. 1ആം എസ്റ്റേറ്റ് 285, 2ആം എസ്റ്റേറ്റ് 308, 3ആം എസ്റ്റേറ്റ് 621. ഓക്കെ, ഇതാണ് നമ്മൾ ഈ സ്റ്റേജിൽ പറഞ്ഞ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നുള്ളത് മാറ്റി ഓരോ വ്യക്തിക്കും ഒരു വോട്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ 3ആം എസ്റ്റേറ്റുകാർ പറയുന്നത്. 1ഉം 2ഉം എസ്റ്റേറ്റുകാരോ ഒരു സഭയ്ക്ക് ഒരു വോട്ടിനെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിൽ നമുക്ക് നമ്പേഴ്സിനെ കുറിച്ച് നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. നെക്കർ പറഞ്ഞിട്ടാണ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചിരുന്നത്. നികുതി ചുമത്താൻ വേണ്ടിയാണ് പാർലമെൻറ്റ് വിളിച്ച് ചേർത്തത് തന്നെ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ളത് 3ആം എസ്റ്റേറ്റിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വിളിച്ച് ചേർക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ സംഭവിക്കുന്നത് ഇതിന് ഭാഗമായിട്ടാണ്. ഓക്കെ, 3ആം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞു ഓരോ എസ്റ്റേറ്റുകളും ഓരോ സമ്മേളനം നടക്കുന്നതും ഓരോ പ്രത്യേകം ഹാളുകളിലാണ്. പക്ഷേ 3ആം എസ്റ്റേറ്റുകാർ എന്ത് പറഞ്ഞു? 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന്
1789 അപ്പോഴാണ് എല്ലാ കാര്യം നടക്കുന്നത്. ജൂൺ 20 നമ്മൾ പഠിച്ചു, ടെന്നീസ് കോർട്ട് ഓത്തെന്ന് നമ്മൾ പഠിച്ചു. അതിന് മുമ്പ് 3 ദിവസം മുൻപ് ജൂൺ 17 മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ ജനപ്രതിനിധികൾ, കാരണം തിരഞ്ഞെടുക്കപ്പെട്ടു വന്നവരവരാണല്ലോ, അപ്പോൾ അവരാണ് യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ, അതായത് തേർഡ് എസ്റ്റേറ്റിനെ എന്ത് തീരുമാനിച്ചു, അവർ വിളിക്കാൻ തീരുമാനിച്ചതാണ് ഫ്രഞ്ച് ദേശീയ സഭ, ഫ്രഞ്ച് നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ഫ്രഞ്ച് ദേശീയ സഭ രൂപീകരിച്ചതെന്നാണ് ജൂൺ 17 ഫ്രഞ്ച് ദേശീയ സഭ രൂപീകരിച്ചത് ജൂൺ 17. അപ്പോൾ ഈ ഒന്നാം സഭയും രണ്ടാം സഭയും ഉണ്ടല്ലോ, ഉപരിസഭകൾ, അവരുടെ പിന്തുണയോടുകൂടി ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജൂൺ 17 ഇവർ ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി ഇവരാണ് യഥാർത്ഥ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ജൂൺ 20 ആ ഹോൾ അടച്ചിട്ടത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, ജൂൺ 20 ഇവിടെ 3 നേതാക്കന്മാരുടെ പേര് തന്നിട്ടുണ്ട്. റാങ് സിൽവിയൻ ബൈലി അല്ലെങ്കിൽ ബൈലി എന്ന് പഠിക്കുക, അബ്ബേസിയസ് മിറാബോ, ഈ 3 പേരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ആരൊക്കെയാണ്? റാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ് മിറാബോ. ബൈലി എന്ന് പഠിക്കുക അല്ലെങ്കിൽ റാങ് എന്ന് പഠിക്കുക. റാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ് മിറാബോ, ഇവർ 3 പേരും എന്ത് ചെയ്തു, ഇവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ ഇവർ പോയി. ഇവരുടെ ഹോൾ അടച്ചിട്ടത് കൊണ്ട് ടെന്നീസ് കോർട്ടിൽ പോയിട്ട് ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ അവരിവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് അറിയപ്പെട്ട പേരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പോൾ നാഷണൽ അസംബ്ലി രൂപീകരിച്ച എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 17 ജൂലൈയിലേക്ക് പോലെ ജൂൺ 17. ടെന്നീസ് കോർട്ട് ഓത്തെന്നാണ് 3 ദിവസം കഴിഞ്ഞ് ജൂൺ 20. നമ്മൾ ആമുഖത്തിൽ ഈ ടെന്നീസ് കോർട്ട് ഓത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്, 1789 ജൂൺ 20 എന്നൊക്കെ പറഞ്ഞിരുന്നതായിട്ട്. അപ്പം ബൈലി, അബ്ബേ, മിറാബോ എന്നുള്ള പേരും കൂടെ ഒന്ന് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. അവരുടെ നേതൃത്വത്തിലായിരുന്നു ടെന്നീസ് കോർട്ടിലേക്ക് അവർ മാർച്ച് ചെയ്ത് പോയത്. അടുത്തത് ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും. ബാസ്റ്റിൽ എന്ന് പറയുന്നത് ലൂയി 16 രാജാവ് നെക്കർ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നമ്മുടെ പാർലമെൻറ്റ് വിളിച്ച് ചേർത്തല്ലോ, അതിനുശേഷം നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കി. അപ്പോൾ പാരീസ് വിട്ടുപോകാനും പറഞ്ഞു. അപ്പോൾ നെക്കറെ പുറത്താക്കുക മാത്രമല്ല പാരീസിൽ നിന്നും പുറത്താക്കി. ഇത് കേട്ടപ്പോൾ എന്തുപറ്റി, പ്രകോപിതരായ ജനം, കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നെക്കർ ചെയ്തിട്ടുള്ളത്, മധ്യവർഗത്തിന് വേണ്ടിയായിരുന്നു നെക്കർ നിന്നത്. അപ്പോൾ നെക്കറെ പുറത്താക്കിയത് പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി ആയുധങ്ങൾ സംഭരിച്ചു. അങ്ങനെ 1789 ജൂലൈ 14, ജൂൺ 20 കഴിഞ്ഞു, ടെന്നീസ് കോർട്ട് ഓത്ത് കഴിഞ്ഞു, ജൂലൈ 14 ബൂർബൺ രാജവംശത്തിൻ്റെ അവരുടെ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിട്ട് നിലനിന്നിരുന്ന പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കുകയും അല്ലെങ്കിൽ ബാസ്റ്റിൽ ജയിൽ തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ബാസ്റ്റിൽ കോട്ട തകർത്തതെന്നാണ് 1789 ജൂലൈ 14. ജൂൺ 17 എന്തായിരുന്നു, ജൂൺ 17 നാഷണൽ അസംബ്ലി ആണെന്ന് പ്രഖ്യാപിച്ചു കോമൺസ്, തേർഡ് എസ്റ്റേറ്റുകാർ. പുതിയ ടെക്സ്റ്റ് പറയുന്നത് ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു എന്നാണ്. എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം എന്ന് ചോദിച്ചാൽ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച എന്നാണ്. ഇനി ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഇല്ലെങ്കിലോ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് എഴുതാം. പണ്ടത്തെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം എന്ന് ചോദിച്ചാൽ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച എന്നാണ്. അപ്പോൾ നമുക്ക് 2025 എഡിഷൻ ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുക എങ്കിൽ ഇത് തന്നെയാണ് ആരംഭമായി കണക്കാക്കുന്നതെന്ന് ഇവിടെ തന്നിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും ആക്രമണങ്ങൾ അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളും കോപത്തിനിരയായി. ജനരോഷം ഭയന്ന് ലൂയി 16 ദേശീയ സഭയുണ്ടല്ലോ, നാഷണൽ അസംബ്ലി പാസ്സാക്കിയ നിയമങ്ങൾ അതെല്ലാം അംഗീകരിച്ചു. എന്തൊക്കെയാണ് ചില പരിഷ്കാരങ്ങളെന്ന് ചുവടെ തന്നിരിക്കുന്നത് നോക്കുക. അടിമത്തം നിർത്തലാക്കി. പിന്നെ പ്രഭുക്കന്മാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നല്ലോ, അതെടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന ഒരു കരം ഉണ്ടായിരുന്നല്ലോ, ടൈത്ത് എന്ന് പറഞ്ഞിട്ട്, അത് നിർത്തി. അധികമായി ചുമത്തിയിരുന്ന നികുതികളും റദ്ദാക്കി. ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കന്മാരുടെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞു, ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി, അധികമായി ചുമത്തിയിരുന്ന നികുതികളും റദ്ദാക്കി. ഈ 4 കാര്യങ്ങളാണ്
ദേശീയസഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ. ഇതെല്ലാം ജനരോഷം ഭയന്ന് ലൂയി 16 അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും നോക്കാം. ഭക്ഷ്യക്ഷാമവും ദേശീയസഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ലൂയി 16 നയങ്ങളും ഭക്ഷ്യക്ഷാമവുമാണ് സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂലുൾപ്പെടെയുള്ള ഉപയോഗ സാമഗ്രികളും വാൾ, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൺ രാജാക്കന്മാരുടെ വസതിയായ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. ആ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗത്യന്തരമില്ലാതെ ദേശീയസഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പ് കൊടുത്തു. ജനരോഷം ഭയന്ന് ലൂയി 16 ദേശീയസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ജനരോഷം എന്ന് പറഞ്ഞാലും ഇതുപോലെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത് വലിയൊരു ജനക്കൂട്ടവും ആയിട്ട് സ്ത്രീകൾ മാർച്ച് ചെയ്ത് എന്നും അങ്ങനെ 16 ഇതുപോലെ ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ഒളിംപ് ദേ ഗൂഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രസിദ്ധ ഗ്രന്ഥമാണ് സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ. സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന ഗ്രന്ഥാരുടേതാണ്. ഒളിംപ് ദേ ഗൂഷിൻ്റെയാണ്. ഒളിംപ് എന്നെങ്കിലും ഓർത്തിരിക്കുക. ഒളിമ്പിക്സ് ഒക്കെ ഓർത്തിരുന്നാൽ കിട്ടും. ഒളിംപ് എന്നെങ്കിലും ഓർത്തിരിക്കുക. ഒരു സ്ത്രീയാണ് അവരുടെ ബുക്കാണ് സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശവുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. സ്ത്രീക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശവുമുള്ള സാമൂഹിക ഘടന, ഒരു ഈക്വാലിറ്റി ഉള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒളിംപ് ദേ ഗൂഷ് നിലകൊണ്ടത് എന്ന് ഓർത്താൽ മതി. ഒളിംപ് ദേ ഗൂഷ്. ഇനി മറ്റൊരു വനിതയാണ് റാങ് റോളണ്ട്. റാങ് റോളണ്ട്. അപ്പോൾ മാഡം റാങ് റോളണ്ടിനെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം റാങ് റോളണ്ട്. റാങ്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിനു മേൽ അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശമൊക്കെ അങ്ങനെ ലഭിച്ചതാണ് ഇവർക്ക്. അപ്പോൾ റാങ് റോളണ്ട് മാത്രമല്ല ഒളിംപ് ദേ ഗൂഷും ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് സ്ത്രീകളോടൊപ്പം ചേർന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങളാണ് സ്വത്തിന്മേൽ അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശമൊക്കെ കിട്ടാനും കാരണം. അപ്പോൾ ഒളിംപ് ദേ ഗൂഷിൻ്റെ ബുക്കാണ് സ്ത്രീ പൗരരുടെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് റാങ് റോളണ്ട് എന്ന് പറയുന്നതും ഒരു വനിതാ നേതാവായിരുന്നു. ഇനി ഈ രണ്ട് പേരുകളൊന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. ഒളിംപ് എന്നും റാങ് എന്നുമെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ. ഇനി വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. അപ്പോൾ ഇവിടെ ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു പാൻറ്റാണ്. ആ പാൻറ്റ് അറിയപ്പെട്ടിരുന്ന, അതായത് ഉന്നത കുലജാതർ ധരിച്ചിരുന്ന പാൻറ്റ് അറിയപ്പെട്ട പേരാണ് ബ്രീച്ച്. ബ്രീച്ച്. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും ഇതുപോലെ കാൽപാദം വരെ എത്തുന്ന ഒരു നീളൻ ട്രൗസർ ധരിക്കാൻ തുടങ്ങി. പാൻറ്റ് എന്ന് തന്നെ പറയാം. ആ പാൻറ്റിൻ്റെ പേരാണ് പാൻറ്റലോൺ. ബ്രീച്ചായിരുന്നു വലിയ ആളുകൾ ധരിച്ചിരുന്നത്. ആരാണ് ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റുകാർ ധരിച്ചിരുന്നത് ബ്രീച്ച്. അതുപോലെയുള്ളൊരു പാൻറ്റലൂൺ എന്ന് പറയുന്ന അതുപോലെ തന്നെയുള്ളൊരു വസ്ത്രമാണ് ഇവരോടുള്ള എതിർപ്പ് പ്രകടമാക്കാൻ വേണ്ടി സാധാരണക്കാരും ധരിക്കാൻ തുടങ്ങി. പാൻറ്റലൂൺ. അപ്പോൾ ഈ പാൻറ്റലൂൺ ധരിക്കുന്നവരുണ്ടല്ലോ, ഇവരോടുള്ള എതിർപ്പ് പ്രകടമാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇവർ സാൻസ്കുലോട്ട് എന്നറിയപ്പെട്ടു. സാൻസ്കുലോട്ട് എന്ന് അറിയപ്പെട്ടു. ഈ സാൻസ്കുലോട്ട് എന്ന് പറയുന്നത് വിപ്ലവാനുകൂലികളുടെ പ്രതീകമാണ്. വിപ്ലവാനുകൂലികളാണ് ഈ സാൻസ്കുലോട്ട് എന്ന് പറയുന്നത്. വിപ്ലവാനുകൂലികളുടെ പ്രതീകം എന്താണ്? പാൻറ്റലോണും ഫ്രീജിയൻ തൊപ്പിയും. ഫ്രീജിയൻ തൊപ്പിയാണ് ചിത്രത്തിൽ കാണുന്ന ഒരു റെഡ് തൊപ്പി. പാൻറ്റലൂൺ ആൻഡ് ഫ്രീജിയൻ ക്യാപ്പ്, ഇത് രണ്ടുമാണ് സാൻസ്കുലോട്ട് എന്നറിയപ്പെടുന്ന വിപ്ലവാനുകൂലികളുടെ പ്രതീകം. അപ്പം വിപ്ലവാനുകൂലികൾ അറിയപ്പെട്ട പേരെന്താണ്? സാൻസ്കുലോട്ട്. നമ്മളിതൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. സാൻസ്കുലോട്ട് എന്നാണ് വിപ്ലവാനുകൂലികൾ അറിയപ്പെടുന്നത്. അവരുടെ ചിഹ്നം എന്തായിരുന്നു? പാൻറ്റലൂണും ഫ്രീജിയൻ ക്യാപ്പും. ഇത് വിപ്ലവത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ ചുവപ്പ് നിറമുള്ള ഫ്രീജിയൻ തൊപ്പി അവർ ധരിച്ചത്. ഇനി പുതിയ ഭരണഘടന.
സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ദേശീയ സഭ നാഷണൽ അസംബ്ലി രൂപീകരിച്ചെന്നാണ് ജൂൺ 17. ഓക്കെ. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ആരുടെയാണ്, എവിടെ നിന്നാണ് ഈ ആമുഖത്തിൻ്റെ ഭാഗം എടുത്തിരിക്കുന്നത്? റൂസോയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്നാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഓക്കെ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഇതാണ് ആ ഡിക്ലറേഷൻ. ഓക്കെ, മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശ സംരക്ഷണമാണ്. അപ്പോൾ സ്വതന്ത്രനായി ജനിക്കുന്നു, സ്വതന്ത്രനായി ജീവിക്കുന്നു, പിന്നെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കലൊക്കെയാണ് ഈ അവകാശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ സംരക്ഷണം വേണം അവർക്ക്. എല്ലാ പരമാധികാരവും ആർക്കാണ്? രാഷ്ട്രത്തിനാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഹാനികരമല്ല, മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം. പരമാധികാരം രാഷ്ട്രത്തിനാണ്. സമൂഹത്തിന് ഹാനികരമായ പ്രവർത്തനങ്ങൾ വിലക്കാൻ മാത്രമേ നിയമത്തിന് അവകാശമുള്ളൂ. ഇതൊക്കെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 1, 2, 3, 4 പോയിൻ്റാണുള്ളത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യാവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലെ ചെറുക്കൽ, ഇതെല്ലാമാണ് അവരുടെ അവകാശങ്ങൾ. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിലാണ്. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ നിയമത്തിന് വിലക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്ത് ആകമാനം ഒരു ഏകീകൃത ഭരണഘടന കൊണ്ടുവന്നു. ഓക്കെ, ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. ഇനി അസൈനാറ്റ് എന്ന പേരിൽ കടലാസ് കറൻസി പുറത്തിറക്കി. പുതിയൊരു കടലാസ് കറൻസി, പേപ്പർ കറൻസിയാണ് അവിടുത്തെ. പേപ്പർ കറൻസി എന്താണ്? അസൈനാറ്റ്. പേപ്പർ കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. നമുക്ക് പേരുകളൊന്നും നമുക്ക് എപ്പോഴും കേൾക്കുന്നതല്ല, അതുകൊണ്ട് കുറേ പ്രാവശ്യം അത് വായിച്ചാലോ അല്ലെങ്കിൽ കേട്ടാലോ മാത്രമേ നമുക്കിത് മനസ്സിൽ നിൽക്കൂ. അസൈനാറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് ഓർത്ത് വയ്ക്കുക. അസൈനാറ്റ്, അതാണ് പേപ്പർ കറൻസിയുടെ പേര്. പിന്നെ മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്നു സ്വത്ത് കണ്ടുകെട്ടി. പൂർണ്ണമായി മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി. ഓക്കെ, അല്ല പുരോഹിതർക്കായിട്ടൊന്നുമില്ല, അവർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവർ മാത്രമാണ്. അങ്ങനെയാക്കി. ഇനി അസൈനാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസൈനാറ്റിൻ്റെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. പേപ്പർ കറൻസിയുടെ ചിത്രം തന്നിരിക്കുന്നതാണ്. ഓക്കെ, 1789 ഫ്രാൻസിൽ പുറത്തിറങ്ങിയ പേപ്പർ കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. 1789 പുറത്തിറങ്ങിയത്. 89. ഓക്കെ. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമാണ് ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അസൈനാറ്റിനെ നമുക്ക് പണമായിട്ട് മാത്രമല്ല ബോണ്ടായിട്ട് ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചത്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാനും തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അച്ചടിച്ചിറക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ചിറക്കാൻ പാടുണ്ടോ നോട്ട്? ഇല്ല. അപ്പോൾ പണപ്പെരുപ്പമുണ്ടാവും. അങ്ങനെ ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും അപ്പോൾ കറൻസിയിൽ മൂല്യച്യുതി ഉണ്ടാവും. അങ്ങനെ കറൻസിയിൽ ദ്രുതഗതിയിലുള്ള മൂല്യ തകർച്ചയ്ക്കും കാരണമായി. അങ്ങനെ 1789 തുടങ്ങിയിട്ട് 96 ആയപ്പോഴേക്കും അസൈനാറ്റുകളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അസൈനാറ്റ് എത്ര കാലം ഉണ്ടായിരുന്നു? 1789 മുതൽ 96 വരെ. ഓക്കെ, അടുത്തത് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. നമ്മളിപ്പോൾ 1789 വരെ പറഞ്ഞു. ഇനി 1792 നടക്കുന്നൊരു കാര്യമാണ്. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത്, അപ്പോൾ ദേശീയ സഭ രൂപീകരിച്ച 1789 ജൂൺ 17 ഓക്കെ, നാഷണൽ അസംബ്ലി വന്നത്. അതിൻ്റെ സ്ഥാനത്ത് 92 ആയപ്പോഴേക്കും നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വരികയാണ്. ഓക്കെ, നാഷണൽ കൺവെൻഷൻ.
ഈ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1792 ഫ്രാൻസിനെ നാഷണൽ കൺവെൻഷൻ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ലൂയി 16 മാത്രമല്ല, മേരി ആൻറ്റോയിനറ്റിനെയും. അപ്പോൾ ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിൻസ് പിടിച്ചെടുത്തു. അവിടെയുള്ള 2 ക്ലബ്ബാണ് ജാക്കോബിൻ ക്ലബ്ബും ജെറോണ്ടിസ്റ്റുകളും. ഓക്കെ, ഈ ജാക്കോബിൻ എന്ന് പറഞ്ഞാൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടേണ്ടതിന് വേണ്ടി അവർ പൊതുസുരക്ഷാ കമ്മിറ്റിയും ഉണ്ടാക്കി. ഓക്കെ, അവരെ ഫ്രാൻസിനെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ അതിന് നേരിടാൻ പൊതുസുരക്ഷാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണം പാരീസിൽ അരങ്ങേറി. ഓക്കെ, പാരീസ് നഗരത്തിൽ ഭരണം ആരൊക്കെയാണ് ഏറ്റെടുത്തത്? ഡാൻറ്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയറിനെ ഓർത്ത് വയ്ക്കുക, മെയിൻ നേതാവാണ്. ജാക്കോബിനുകളുടെ പിടിച്ചെടുത്തത് റോബസ്പിയറെയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ റോബസ്പിയറും ഡാൻറ്റണും ഹെബർട്ടും മരാട്ടുമാണ് ഈ പൊതുരക്ഷാ കമ്മിറ്റിയിലെ നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പാരീസ് നഗരത്തിൻ്റെ ഭരണം ആരുടെയൊക്കെ കയ്യിലാണെന്ന് ചോദിച്ചാൽ റോബസ്പിയർ, ഡാൻറ്റൺ, ഹെബർട്ട്, മരാട്ട്. ഓക്കെ, പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. അതിനുപയോഗിച്ച യന്ത്രമാണ് ഗില്ലറ്റിൻ. അതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിന് വിധേയരായി. അതായത് റോബസ്പിയറിനെയും കൊന്നതും ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പം ഭരണം 1792 നാഷണൽ കൺവെൻഷൻ എന്ന് പറഞ്ഞ പുതിയ ഭരണസമിതി വന്നു. അവർ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. എന്നിട്ട് ജാക്കോബിനുകൾ ഭരണം പിടിച്ചെടുത്തു. റോബസ്പിയറാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഭരിച്ചത്. അതിൻ്റെ മെയിൻ നേതാക്കൾ റോബസ്പിയർ അല്ലാതെ ഡാൻറ്റൺ, ഹെബർട്ട്, മരാട്ടാണ്. ഇവരുടെ നേതൃത്വത്തിൽ 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. ഗില്ലറ്റിൻ എന്ന് പറയുന്ന അതിനുവേണ്ടി ഈ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. അപ്പോൾ അനേകായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു. വിപ്ലവകാരികളെ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഡാൻറ്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയറിനെ ഓർത്തിരിക്കുക. ജാക്കോബിൻ ക്ലബ്ബുകാരാണ് അവർ. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച എന്തിനാണ്? ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ എന്നിവർ ഫ്രാൻസിനെ ആക്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ സെപ്റ്റംബർ കൂട്ടക്കൊല നടന്നത് 1792 1792. ഇനി ജാക്കോബിൻസും ജെറോണ്ടിസ്റ്റുകളെ കുറിച്ച് നോക്കാം. അത് റോബസ്പിയറിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ജാക്കോബിൻസും ജെറോണ്ടിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകം പേര് വന്നതല്ല. ഇവർ ജേക്കോബിൻസ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതുകൊണ്ടാണ് ഇവർ ജാക്കോബിൻസ് എന്നറിയപ്പെടുന്നത്. അതായത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിട്ട് ഉയർന്നു വന്നവരാണ് ഇവർ. അതായത് ജാക്കോബിൻ കോൺവെൻറ്റിലാണ് ആദ്യകാലത്ത് ഈ ആളുകൾ യോഗം ചേർന്നിരുന്നത്. അങ്ങനെ അവർ ജാക്കോബിൻസ് എന്നറിയപ്പെട്ടു. ഓക്കെ, ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന നേതാവ് റോബസ്പിയർ. അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നിരിക്കുന്നു. അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിൻ. കാരണം ഇവർ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവർക്കുള്ളത്. ഓക്കെ, എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമാണ് ജെറോണ്ടിസ്റ്റ്. ഈ ജെറോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് ഉള്ള പ്രദേശത്ത് ജെറോണ്ട് എന്നൊരു പ്രദേശമുണ്ട്. ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറ് ജെറോണ്ട് എന്നൊരു പ്രദേശമുണ്ട്. ഈ ജെറോണ്ട് എന്ന പ്രദേശത്ത് നിന്ന് വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളാണ് ചിലർ. അതുകൊണ്ടാണ് ജെറോണ്ടിസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജാക്കോബിനിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദ നിലപാടുകളാണ് ജെറോണ്ടിസ്റ്റിനുള്ളത്. ഇവർ മധ്യവർഗത്തിൽപ്പെട്ടവരാണ്. ഈ ഭൂവുടമകളും വ്യാപാരികളായ ഉന്നതവർഗ്ഗക്കാരുമായ പ്രതിനിധികളായിരുന്നു ഇവർ. ഓക്കെ, ഇനി വിപ്ലവ കലണ്ടർ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറായിരുന്നു. അപ്പോൾ 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് ഇത്. ഈ വിപ്ലവ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഗ്രിഗോറിയൻ കലണ്ടറിനെ മാറ്റി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ്. വിപ്ലവ കലണ്ടർ എന്ന് പറഞ്ഞ് ആണ് ഇത് ഈ കലണ്ടർ ആരംഭിക്കുന്ന 1792.
1792 സെപ്റ്റംബർ 22 ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ അന്ന്. സെപ്റ്റംബർ 22 ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ട് മാറിയത്. 1792 സെപ്റ്റംബർ 22 ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ അന്നാണ് ഈ കലണ്ടർ ആരംഭിക്കുന്നത്. വിപ്ലവ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടറിനെ മാറ്റിക്കൊണ്ട് വന്നതാണ് വിപ്ലവ കലണ്ടർ. അത് നിലവിൽ വന്ന 1793 ഒക്ടോബറിലാണെങ്കിലും 1792 സെപ്റ്റംബർ 22 ആണ് ഇത് ആരംഭിക്കുന്നത്, കലണ്ടറിൻ്റെ ഡേറ്റ് ആരംഭിക്കുന്നത്. ഇതിൽ 7 ദിവസമുള്ള ആഴ്ചയ്ക്ക് പകരം 10 ദിവസമുള്ള 3 ദശകങ്ങൾ, ഡീക്കേഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതൊരു മതേതര കലണ്ടറായിരുന്നു. ഇത് വിപ്ലവത്തിൻ്റെ 12ാം വാർഷികം വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ഗില്ലറ്റിനെ കുറിച്ച് നോക്കാം. ഗില്ലറ്റിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത്, ഇത് 1789 തൊട്ട് 980 വരെയാണ് ആ കാലഘട്ടം, ഫ്രഞ്ച് വിപ്ലവ കാലം. 980 ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നെപ്പോളിയൻ വന്ന് പിടിച്ചെടുക്കുകയാണ്. അതോടെ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ 1789 മുതൽ 980 വരെ എന്ന് പറഞ്ഞാൽ 10 വർഷം. അതാണ് ഫ്രഞ്ച് വിപ്ലവ കാലം. അപ്പോൾ ഗില്ലറ്റിൻ്റെ പടം തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ട് ആളുകളുടെ കഴുത്ത് അറുത്തെടുക്കുകയാണ്, തല അറുത്തെടുക്കുക ചെയ്യുക. അപ്പോൾ കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഗില്ലോട്ടിൻ എന്നറിയപ്പെടുന്നത്, ഗില്ലറ്റിൻ എന്ന് പറയാം. ജോസഫ് ഇഗ്നാസ് ഗില്ലറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് നിർദ്ദേശിച്ചത്, ഈ ആശയം നിർദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലൂയി 16 മേരി ആൻറ്റോയിനറ്റിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. പിന്നെ ഭീകരവാഴ്ചയുടെ കാലത്ത് ഭരിച്ചിരുന്ന റോബിസ്പിയറിനെയും ഗില്ലറ്റിനാണ് വിധേയമാക്കിയത്. ഇനി നമുക്ക് പുതിയ ഭരണഘടന വരുന്നു. ഭീകരവാഴ്ച അവസാനിച്ചത് 1795 ഓക്കെ, 1795 ഫ്രാൻസിൽ ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് 95. കലണ്ടർ നിലവിൽ വന്നത് 93 പക്ഷേ 92 മുതലുള്ള സെപ്റ്റംബർ 22 മുതലാണ് കലണ്ടർ ആരംഭിക്കുന്നത്. അതുപോലെ ഭരണഘടന വന്നത് 1795. പുതിയ ഭരണഘടന വന്നത് 1795. ഇത് പ്രകാരം 5 അംഗങ്ങളടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. ഇതാണ് ഡയറക്ടറി എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, 89 വന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം അതല്ല. ഭരണഘടന 95 വന്നത് പ്രകാരം 5 അംഗ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. അത് ഡയറക്ടറി എന്നറിയപ്പെടുന്നു. പക്ഷേ അഴിമതിയും കെടുകാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർ പുതിയ ഗവൺമെൻറ്റിന് വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ്? ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. ഓക്കെ, പഴയ ഭരണത്തിലുണ്ടായ നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി. പിന്നെ സഭയുടെ കൈവശമുണ്ടായ ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടി. അവർക്കുണ്ടായിരുന്ന എല്ലാതരം ആനുകൂല്യങ്ങളും നിർത്തലാക്കി. പിന്നെ ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം വന്നു. മെട്രിക് സമ്പ്രദായം യൂണിഫൈഡ് ആക്കി. ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം വന്നു. അപ്പോൾ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. ഓക്കെ, ഫ്യൂഡലിസം തകർത്തു. പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയൊക്കെ ഭൂമി കണ്ടുകെട്ടിയെടുത്തു. ഏകീകൃതമായിട്ടുള്ള അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. ഇനി ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ആധുനിക ദേശീയത ആരുടെയാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണ് ആധുനിക ദേശീയത. ദേശീയ സ്വഭാവത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവ ശേഷമാണ്. അപ്പോൾ ആധുനിക ദേശീയത, രാഷ്ട്രം എന്ന സങ്കല്പം പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നത് ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണെന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. ഓക്കെ, അപ്പോൾ ആധുനിക ദേശീയത, രാഷ്ട്രമെന്ന സങ്കല്പം പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നു. ഫ്രാൻസ് ഒരു ഭൂപ്രദേശമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം ജനാധിപത്യ ഭരണക്രമവും വന്നു. പിന്നെ ജനങ്ങളുടെ പരമാധികാരം, അത് ഓർത്തു വയ്ക്കുക, റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണമാണ് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പം ജനങ്ങളുടെ പരമാധികാരം ആരുടെയാണ്? റൂസോയുടെ ആശയമാണ്. അത് ഫ്രഞ്ച് റവല്യൂഷനിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ആണ് ജനാധിപത്യ
ഭരണത്തിന് അടിത്തറയിട്ടത്. അപ്പോൾ 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ വിപ്ലവങ്ങളിലൊക്കെ സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. ഇനി നമുക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിലെ ചക്രവർത്തിയായതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഇദ്ദേഹം ആരാണ്? നമ്മൾ പറഞ്ഞു 1795 പുതിയ ഭരണഘടനയൊക്കെ വന്ന ശേഷം ഒരു 5-അംഗ ഡയറക്ടറി ആയിരുന്നു ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്നതെന്ന്. ഈ ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അരാജകത്വത്തിലേക്ക് വഴുതി മാറിയ ഫ്രഞ്ച് സമൂഹത്തെ തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതാണ് നെപ്പോളിയൻ. ഓക്കെ, ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. നെപ്പോളിയൻ വേറെ എവിടെ നിന്നെങ്കിലും വന്ന ആളല്ല, ഫ്രഞ്ച് സൈന്യത്തിലുണ്ടായിരുന്ന ആളാണ്. ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. അപ്പോൾ ഡയറക്ടറി എന്ന് പറഞ്ഞ 5-അംഗ സമിതിക്ക് പകരം 3 കൗൺസിലർമാരടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. 3 കൗൺസിൽ. ഓക്കെ, അതിൽ 1-ാം കൗൺസിൽ എന്ന് പറയുന്നത് നെപ്പോളിയനാണ്. പിന്നെ 2 കൗൺസിലർമാരും കൂടെ ഉണ്ട്. ഇപ്പോൾ 3 കൗൺസിലർമാരടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്നു. ഡയറക്ടറി മാറ്റി കൗൺസിലാക്കി. 3 കൗൺസിലർമാരുണ്ടായിരുന്നു. 1-ാം കൗൺസിൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു. അത് 1804 പഴയ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ 1804 എന്ന് ഓർത്ത് വയ്ക്കാം. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി ഭരണം ഏറ്റെടുത്ത് കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കാരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിയമത്തിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു? ഓക്കെ, അദ്ദേഹം നിയമസംഹിത, നെപ്പോളിയൻ്റെ നിയമസംഹിത അല്ലെങ്കിൽ നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്ന നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്? ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിച്ചിട്ട് സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിച്ചു. അപ്പോൾ നിയമപരിഷ്കാരങ്ങൾ ഈസിയായിട്ട് ഓർത്തെടുക്കാം. നെപ്പോളിയൻ്റെ നിയമസംഹിതയാണ് ഫ്യൂഡൽ നിയമങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ഇനി കോൺകോർഡറ്റ് എന്ന് പറയുന്നത് നെപ്പോളിയൻ പോപ്പുമായി ഉണ്ടാക്കിയൊരു കരാറാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പോപ്പ് കത്തോലിക്ക സഭയുടെ ആളല്ലേ. കത്തോലിക്ക സഭയുടെ പ്രവർത്തനത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ കരാർ. കോൺകോർഡറ്റ് എന്തായിരുന്നു? നെപ്പോളിയൻ പോപ്പുമായിട്ടുണ്ടാക്കിയതാണ് കോൺകോർഡറ്റ്. ആ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ഇനി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ലിസേ എന്ന് പറയുന്ന അത് എഴുതിയിരിക്കുന്നത് LYCEE എന്നാണെങ്കിൽ ലിസേ എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലിസേ എന്ന പേരിൽ സർക്കാർ നിയന്ത്രിത വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായവും ആരംഭിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസും ലിസേയുമാണ് വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി സാമ്പത്തിക പരിഷ്കാരം എന്താണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ്, നമ്മളെപ്പോഴും കേൾക്കുന്ന ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു സാമ്പത്തിക പരിഷ്കാരത്തിൽ. എന്നിട്ടൊരു ഏകീകൃത കറൻസി സംവിധാനവും നടപ്പിലാക്കി. പിന്നെ സൈനിക പരിഷ്കാരം എന്താണ്? സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. ആരായിരുന്നു നെപ്പോളിയൻ? ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നിയമപരിഷ്കാരങ്ങൾ, നെപ്പോളിയൻ്റെ നിയമസംഹിത, കൺകോർഡറ്റ് എന്ന് പറയുന്നത് പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. പക്ഷേ മറ്റ് മതവിഭാഗങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. വിദ്യാഭ്യാസ പരിഷ്കാരം എന്താണ്? സാർവത്രികമായ വിദ്യാഭ്യാസം കൊടുക്കാൻ ലിസേ എന്ന് പറയുന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ദേശീയ സർവകലാശാലയും സ്ഥാപിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങളോ? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. സൈനിക പരിഷ്കാരങ്ങളോ? പല ബറ്റാലിയനുകളാക്കി സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ഫ്രാൻസിനെ നമ്മൾ പറഞ്ഞു 1792 സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പൊതുരക്ഷാ സമിതി രൂപീകരിക്കാൻ കാരണം എന്താണ്? ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയൊക്കെ കൂടെ ഫ്രാൻസിനെ ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. പക്ഷേ മുഖ്യ ശത്രു ആരായിരുന്നു? ബ്രിട്ടനായിരുന്നു. മികച്ച ഒരു നാവിക ശക്തിയായിരുന്നു ബ്രിട്ടൻ. അപ്പോൾ അതിനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനാണ് ഉദ്ദേശിച്ചത്. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടിനെൻ്റൽ വ്യവസ്ഥ കൊണ്ടുവന്നവരാണ് നെപ്പോളിയൻ. ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ റവല്യൂഷനാണ്. ഇത് കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണ്. ഇതെന്താണ്? ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളതോ അല്ലെങ്കിൽ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങൾ ബ്രിട്ടനുമായി വ്യാപാരത്തിൽ നിന്ന് വിലക്കി. അപ്പോൾ ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാനൊന്നും നെപ്പോളിയന് സാധിച്ചില്ല. കോണ്ടിനെൻ്റൽ വ്യവസ്ഥ വഴി എന്ത് ചെയ്തു? ഫ്രാൻസുമായിട്ട് സൗഹൃദത്തിലുള്ളതോ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളതോ ആയ രാജ്യങ്ങൾ ബ്രിട്ടനുമായി വ്യാപാരത്തിൽ നിന്ന് വിലക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ പൂർണ്ണമായും വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല.
മാത്രമല്ല ബ്രിട്ടനുമായി തുടർച്ചയായ യുദ്ധങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനെ പരാജയപ്പെടുത്തി. അങ്ങനെ 1799 മുതൽ 1815 വരെയാണ് നെപ്പോളിയൻ ഭരിച്ചത്. യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു. അതായത് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നമ്മുടെ നെപ്പോളിയനെ നാടുകടത്തി. അതിനുശേഷം ഓസ്ട്രിയയിലെ വിയന്നയിൽ ഒരു യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട്. ഓക്കെ, ഇത് വിയന്ന സമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത്. 1815 ഓസ്ട്രിയയിലെ വിയന്നയിലാണിത് സമ്മേളിക്കുന്നത്. അവിടുത്തെ ചാൻസലറായിരുന്ന മെറ്റേണിക്കിൻ്റെ നേതൃത്വത്തിലാണ് വിയന്ന സമ്മേളനം നടക്കുന്നത്. മെറ്റേണിക്കിൻ്റെ ചിത്രമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിയന്ന സമ്മേളനത്തോടെ യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിപ്പിച്ചു. അതായിരുന്നു എല്ലാവർക്കും വേണ്ടത്. മറ്റ് യൂറോപ്യൻ കൺട്രീസായ ബ്രിട്ടനൊക്കെ അതായിരുന്നു വേണ്ടത്. അപ്പോൾ വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന് മുൻപേ ഉണ്ടായിരുന്ന എന്താണ്? രാജഭരണം. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം രാജഭരണം അത് പുനഃസ്ഥാപിക്കുക. പിന്നെ ഫ്രാൻസിലോ ബൂർബൺ രാജവംശത്തിന് തിരികെ കൊണ്ടുവരിക. പിന്നെ ബ്രിട്ടന് ഭയങ്കര നാവിക ശക്തിയല്ലേ, അത് മേധാവിത്വമാണത്, അത് അംഗീകരിക്കുക. പിന്നെ റഷ്യയ്ക്ക് കിഴക്കൻ യൂറോപ്പിലാണ് റഷ്യയ്ക്ക് ആധിപത്യമുള്ളത്, അതും അംഗീകരിക്കുക. പിന്നെ മധ്യ യൂറോപ്പിലെ ഓസ്ട്രിയയ്ക്ക് മേധാവിത്വമുണ്ട്, അതും അംഗീകരിക്കുക. ഇതാണ് വിയന്ന സമ്മേളനത്തിൽ നടന്ന പ്രധാന തീരുമാനം. അന്നത്തെ മെയിൻ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബ്രിട്ടനും റഷ്യയും ഓസ്ട്രിയയൊക്കെ. അത് അവർ 3 പേരും കൂടെ തീരുമാനിച്ചൊരു കാര്യമാണിത്. എന്താണ്? നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ശേഷം 1815 ഓസ്ട്രിയയിലുള്ള ഒരു സ്ഥലമാണ് വിയന്ന. വിയന്നയിൽ മെറ്റേണിക്ക്, അതായത് ഓസ്ട്രിയൻ ചാൻസലറായ മെറ്റേണിക്കിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ, ഓസ്ട്രിയ, പിന്നെ റഷ്യ ഇവരെല്ലാം ചേർന്ന് നടത്തിയൊരു സമ്മേളനമാണ് വിയന്ന സമ്മേളനം 1815. ഓക്കെ, ഇതിൽ തീരുമാനിച്ച കാര്യങ്ങളാണ്: രാജഭരണം പുനഃസ്ഥാപിക്കുക, പിന്നെ ബ്രിട്ടൻ, റഷ്യ, ഓസ്ട്രിയ എന്നിവരുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇത്രയാണ് നമുക്ക് വിയന്ന സമ്മേളനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഈ നമ്മുടെ റഷ്യയ്ക്ക് കിഴക്കൻ യൂറോപ്പിലും മധ്യ യൂറോപ്പിലാർക്കാണ് ഭരണം? ഓസ്ട്രിയയ്ക്കാണ് മേധാവിത്വം. അപ്പോൾ എല്ലാവർക്കും ഇത് ഒന്നുകൂടെ ഒന്ന് കേട്ട് പഠിക്കുക. കുറച്ച് പ്രാവശ്യം കേട്ടാൽ മാത്രം മനസ്സിലാകുന്ന കുറേ ടേംസ് ഉണ്ട്, അപ്പം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.